ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ കോഴിക്കോട് വടകര കൺട്രോൾ റൂം പോലീസ് രക്ഷപ്പെടുത്തി. പോലീസിന്റെ സമയോചിത ഇടപെടലിലൂടെ യുവാവിന് ജീവൻ തിരിച്ചുകിട്ടി. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ 8 മണിക്ക് കോഴിക്കോട് വടകര കൺട്രോൾ റൂം പോലീസിന് ഒരു ഫോൺ കോൾ വരുന്നു. വടകരയ്ക്കും പയ്യോളിക്കും ഇടയിലെ റെയിൽവേ ട്രാക്കിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു എന്നതായിരുന്നു സന്ദേശം. വിവരം റെയിൽവേ പോലീസിന് കൈമാറാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തുകയും യുവാവിനെ കണ്ടെത്തുകയുമായിരുന്നു. ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വടകര കൺട്രോൾ റൂമിൽ 112-ൽ ഒരു ഇവൻ്റ് വന്നത്. ഒരു കുട്ടി ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന CRB 1-ലെ ബാലേന്ദ്രൻ എസ്-യും ഡ്രൈവർ സബീഷിനെയും കുട്ടി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും RPF പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കാര്യം അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ഒരു കുട്ടിയുടെ നമ്പർ കിട്ടി, നമ്പറിലേക്ക് വിളിക്കുകയും കുട്ടി പയ്യോളി ഭാഗത്ത് ട്രാക്കിലുള്ളതെന്ന് പറയുകയും പിന്നീട് ഞങ്ങളൊന്നും നോക്കാതെ ഓടി ട്രാക്കിൽ നിന്ന് പ്ലാറ്റ്ഫോം വിട്ടിട്ട് ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറം കുട്ടീനെ കാണുകയും കുട്ടിയെ ഞങ്ങളത്തെ സമയത്ത് ട്രാക്കിൽ ഇങ്ങനെ മുമ്പിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുട്ടിയെ പിടിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പേരൊക്കെ മനസ്സിലാക്കി. അപ്പം കുട്ടിക്ക് എന്തൊരു മാനസിക വിഷമം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ കുട്ടീനെ തൽക്കാലം രക്ഷപ്പെടുത്തി. പ്രണയ നൈരാശ്യം കാരണമാണ് ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് കൗൺസിലിംഗ് നൽകാനാണ് പോലീസ് ആലോചിക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോലീസുകാർ ഇറങ്ങുമ്പോഴായിരുന്നു ഫോൺ കോൾ വന്നത്. ഉടനെ തന്നെ പോലീസ് സ്ഥലത്തേക്ക് കുതിക്കുകയായിരുന്നു. യുവാവിനെ രക്ഷപ്പെടുത്തി മിനിറ്റുകൾക്കകം ട്രെയിൻ കടന്നുപോയി. വടകര DYSP രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.